പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് ജീവിത വിജയം നേടിയെടുക്കുവാനായിട്ടുള്ള 3 പ്രപഞ്ച നിയമങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. കാരണം പ്രാപഞ്ചികമായ നിയമങ്ങളെ നമ്മൾ മാനിക്കാതെ നമ്മൾ അല്ലാതുള്ള പുറം പരിധിയിൽ നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രാപഞ്ചികമായ നിയമങ്ങളെ അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കർമ്മ സിദ്ധാന്തത്തെ ഫോളോ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേത് ഫിലോസഫികളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴും യഥാർത്ഥമായിട്ടുള്ള ജീവിത വിജയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാപഞ്ചിക നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രാപഞ്ചിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ നിലനിൽപ്പിനുള്ള ആധാരം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മളെ ഇവിടെ നിലനിർത്താനായിട്ട് ഈ പ്രപഞ്ചം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ പരിമിതമായിട്ടുള്ള ബുദ്ധിയിൽ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രാപഞ്ചികമായ നിയമത്തോടനുസരിച്ച്, അല്ലെങ്കിൽ ഈ പ്രപഞ്ച ബോധത്തോടനുസരിച്ച് നമുക്കും നമ്മളെ തന്നെ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയർന്ന നിലയിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ളതാണ് പ്രാപഞ്ചിക നിയമങ്ങളെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രാപഞ്ചിക നിയമങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ നിമിഷവും, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ അവസാന നിമിഷമാണ് എന്ന് കരുതിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് അങ്ങേറ്റം പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ ഈ നിമിഷത്തിൽ ഞാൻ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ, അതായത് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു നിയമം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള വ്യക്തിയുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള, ഏത് നിലയിലുള്ള, ഏത് സാമ്പത്തിക അവസ്ഥയിലുള്ള, അല്ലെങ്കിൽ ഏത് സാധ്യതകളിലുള്ള വ്യക്തിയുമായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏറ്റവും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കേണ്ടത് ഇത് എൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷമാണ്, എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി എനിക്ക് മറ്റൊരു നിമിഷമില്ല ജീവിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിയുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അങ്ങേയറ്റത്തെ രീതിയിൽ, ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള രീതിയിൽ ഞാൻ ഈ നിമിഷത്തിൽ പ്രവർത്തിക്കും എന്നുള്ള തീരുമാനമാണ് നമ്മൾ എപ്പോഴും കൈക്കൊള്ളേണ്ടത്. ഇനി രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമുക്ക് ചുറ്റിനും ഒരു കംഫോർട്ട് സോൺ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതായത് നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കും നമ്മുടെ ഓഫീസിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കും നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും, എല്ലായിടത്തും നമ്മളൊരു കംഫോർട്ട് സോൺ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു തൊഴിൽ നമ്മൾ സ്വീകരിക്കുന്നു. ആ തൊഴിൽ നേടിയെടുക്കുവാനായിട്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് അതിനകത്ത് മാക്സിമം എഫോർട്ട് ഇട്ട് നമ്മൾ ആ ഒരു ജോലി നേടിയെടുക്കുന്നു. എന്നാൽ അതിനുശേഷം സാധാരണഗതിയിൽ മിക്കവാറും ഒരു 99% ആളുകളും പിന്നീട് അതിലേക്ക് പ്രത്യേകിച്ച് ഒരു എഫോർട്ടൊന്നും ഇടാതെ അതിങ്ങനെ ഒരു ദൈനംദിന കൃത്യമായിട്ട് ജീവിതക്രമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകൾക്കും അവരുടെ ജോലിയിൽ പിന്നീട് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു കംഫോർട്ട് സോണിനകത്ത് ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പുതിയ പുതിയ സാധ്യതകളെ നമുക്ക് ഒരിക്കലും തേടാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കംഫോർട്ട് സോണിനെ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നോ അപ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചം നമ്മൾക്ക് നൽകാനായിട്ട് കാത്തു വെച്ചിട്ടുള്ള വലിയ വലിയ സാധ്യതകളെ നമുക്ക് കണ്ണു തുറന്ന് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കംഫോർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എത്ര ചിന്തിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ എത്ര സ്വപ്നം കണ്ടാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു വരുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രപഞ്ച നിയമത്തിലെ രണ്ടാമത്തെ നിയമം പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കംഫോർട്ട് സോൺ ഉണ്ടാകുന്നത് വരെ നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും, അല്ലെങ്കിൽ ആ പഠിക്കാനായിട്ട് നമ്മൾ കൂടുതൽ എഫോർട്ട് എടുക്കുകയും, അല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ നമ്മളൊരു കംഫോർട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മളൊരു ബിസിനസ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു തൊഴിൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു കുടുംബത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു.
പിന്നീട് നമ്മൾ അതിൽ നിന്ന് ഉയരാനായിട്ട് നമ്മളിലേക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല എന്നതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മാത്രം നമ്മൾ വിനിയോഗിക്കുകയും നമ്മളിലേക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതൊരു പ്രായത്തിലും ഏതൊരു കാലഘട്ടത്തിലും അവരിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതല്ല, മറിച്ച് നമ്മൾ പുതിയ പുതിയ അറിവുകൾ നേടുക, അല്ലെങ്കിൽ പുതിയ പുതിയ സാധ്യതകളെ തേടുക, അല്ലെങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ നമ്മളിലേക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിലേക്ക് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും സാധിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ നിയമം പറയുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഗ്രാഫ് താഴേക്കാണ് പോവുക. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സക്സസ് ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഓൾറെഡി സക്സസ് ആയിരിക്കാം, എങ്കിലും അതിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമാണ് ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ആകാം. അപ്പോൾ നമുക്ക് ചിലപ്പം ഒരു അറിവ് നേടണമെന്നുണ്ടെങ്കിൽ അതിന് പണം മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ പണം മുടക്കി ആ അറിവ് നേടിയെടുത്തുകൊണ്ട് നമുക്ക് പുതിയ സാധ്യതകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാനസിക അവസ്ഥയെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വൈകാരിക തലങ്ങളിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മൾ അതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുക, അതിനൊക്കെ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ 3 തലങ്ങളും നമുക്ക് ശക്തമാക്കി തീർത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അതിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷമാണെന്നുള്ള രീതിയിൽ, അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഈ 3 നിയമങ്ങളെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങേയറ്റം സക്സസ്ഫുള്ളാക്കി നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.